നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ മത്സരത്തിൽ ആഴ്സണലിനെ പരാജയപ്പെടുത്തി പ്രീമിയർ ലീഗിൽ കിരീട സാധ്യത വർദ്ധിപ്പിച്ച മാഞ്ചസ്റ്റർ സിറ്റി ഇതാ ബേൺലിയെ നേരിടാനിറങ്ങുകയാണ്. അതിന് മുന്നോടിയായിട്ട് പെപ് ഗാർഡിയോള പറയുന്നു, നിലവിൽ പ്രീമിയർ ലീഗിൽ ചാമ്പ്യന്മാർ അറ്റ് ദിസ് മൊമെൻറ്റ് അത് ആഴ്സണലാണ്, അവരാണല്ലോ ടേബിളിൽ ടോപ്പ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ആഴ്സണലിനെ തോൽപ്പിച്ചപ്പോഴും പെപ്പ് പറഞ്ഞ സന്തോഷമുണ്ട്, പക്ഷേ ഇനിയും കളികൾ ബാക്കിയുണ്ട്, അതുകൊണ്ട് വലിയ ആഘോഷത്തിനില്ല എന്നാണ്. അന്ന് പക്ഷെ തോറ്റ ആർട്ടിറ്റ പറഞ്ഞത് കളി കഴിഞ്ഞിട്ടില്ല, പുതിയൊരു പ്രീമിയർ ലീഗാണ് ഇനി അങ്ങോട്ട്, ഞങ്ങൾ തന്നെയാണ് ഇപ്പോഴും ടേബിളിൽ ഒന്നാമത് എന്നൊക്കെയാണ്. ഏതായാലും അതിൻ്റെ ചൂട് പിടിച്ച് തന്നെയാണ് പെപ്പ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ആഴ്സണൽ ഈസ് ടോപ്പ് ഓഫ് ദി ലീഗ്. അപ്പം അതുകൊണ്ട് റൈറ്റ് നൗ ഇൻ ദിസ് മൊമെൻറ്റ് ദ വിൽ ബി ചാമ്പ്യൻസ്, ഇപ്പോൾ അവരായിരിക്കും ചാമ്പ്യൻസ് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ കളിയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ സിറ്റി ചാമ്പ്യന്മാരായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു കളിക്ക്, ബേൺലിക്കെതിരെയുള്ള കളിക്ക് റോഡ്രി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം കൺഫേം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കളിയാകുമ്പോഴേക്കും അവൻ റെഡി ആവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത മത്സരങ്ങളിൽ എന്താവും നമുക്ക് കാത്തിരുന്ന് കാണാം. സതാംപ്ടനെതിരെയുള്ള സെമി ഫൈനൽ മത്സരം, അല്ലെങ്കിൽ അതിനുശേഷമുള്ള എവേർട്ടിനെതിരെയുള്ള കളി, ഇതിലൊക്കെ ഒരു പക്ഷേ അവൻ മടങ്ങിയെത്തിയേക്കും എന്ന് മാത്രമാണ് കോച്ച് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, റൂബൻ ഡയസ് റിമൈൻസ് റൂൾഡ് ഔട്ടാണ്. ബേൺലിക്കെതിരെ അദ്ദേഹം ഉണ്ടാവില്ല, കാര്യവും പെപ് ഗാർഡിയോള കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ പെപ്പ് പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം വിക്ടർ റീസിനെ കുറിച്ചായിരുന്നു. ജിറോണയിലേക്ക് ചേക്കേറി ലോണിൽ പോയ താരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, ഫ്രം മൈ ഇൻഫോർമേഷൻ ഇൻ ജിറോണ അവൻ അൺബിലീവബിളാണ്. ഇവിടെ നിന്ന് എന്തിന് അവൻ അവിടെ പോയി എന്ന് ചോദിച്ചാൽ അവൻ്റെ പ്രായം, പിന്നെ ഇവിടെ ആകുമ്പോൾ ഒരുപാട് കളിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കില്ല എന്ന് കരുതിയിട്ടാണ് അവൻ അങ്ങോട്ട് വിട്ടത്. ഇപ്പോൾ ഒരു പ്ലെയർ എന്ന നിലയിൽ അവൻ വളരാൻ വേണ്ടി പോയതാണ്. അവൻ അവിടെ വളർന്നിരിക്കുന്നു. അറ്റ് ദി എൻഡ് അവന് സ്പെയിനിലെ ബെസ്റ്റ് സ്ട്രൈക്കേഴ്സിനെയാണ് നേരിടുന്നത്. സോ അവർ ഡീൽ ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവൻ ഒരുപാട് വളർന്നിരിക്കുന്നു. ജിറോണയിലെല്ലാവരും അവൻ്റെ കാര്യത്തിൽ സന്തോഷവാന്മാരാണ്, ഹാപ്പിയാണ്. സോ മാഞ്ചസ്റ്റർ സിറ്റി അവനെ തിരികെ വിളിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിലാണ് തീരുമാനിക്കുക. സീസണിൻ്റെ അവസാനത്തോടു കൂടിയാണ് തീരുമാനിക്കുക എന്നുകൂടി ഇപ്പോൾ കോച്ച് കൃത്യമായിട്ട് പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.